വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. പ്രവാചകൻ്റെ കാലത്ത് നിലനിന്നിരുന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ പെൺശിശുഹത്യയെപ്പറ്റിയാണ് ഈ എപ്പിസോഡ്. ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത്. 13 ദിവസമായ പെൺകുഞ്ഞിനെ പിതാവ് കൊന്നു. ബാംഗ്ലൂർ 13 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ വാട്ടർ ടാങ്കിൽ എറിഞ്ഞു പിതാവ് കൊന്നു. പിതാവ് പിടിയിലായി. രണ്ടാമതും പെൺകുഞ്ഞ് ജനിച്ചതോടെയാണ് ഭാര്യ അറിയാതെ രാത്രി കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കാണാതായതോടെ ഭാര്യയും വീട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ടാങ്കിൽ മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പിതാവ് കുറ്റം സമ്മതിച്ചത്. ദമ്പതികൾക്ക് 4 വയസ്സുള്ള മകളുണ്ട്. പെൺ ശിശുഹത്യയെപ്പറ്റി ഖുർആൻ്റെ സമീപനം എന്താണ്? പെൺ സുരക്ഷയെപ്പറ്റിയുള്ള നബിയുടെ കരുതലും തുടർന്ന് വായിക്കാം. വിശുദ്ധ ഖുർആൻ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുന്നതിനെയും കൊല്ലുന്നതിനെയും കർശനമായി നിരോധിക്കുകയും അതിനെ വലിയൊരു പാപമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവാചകന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന പെൺശിശുഹത്യ എന്ന ക്രൂരമായ ആചാരത്തെ ഖുർആൻ ശക്തമായ ഭാഷയിലാണ് അപലപിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ഖുർആൻ സൂക്തങ്ങൾ താഴെ പറയുന്നവയാണ്. ആദ്യ സൂക്തം പരലോകത്തെ വിചാരണ. പരലോകനാളിൽ ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുഞ്ഞിനോട് അള്ളാഹു ചോദിക്കുന്ന രംഗം. ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുമ്പോൾ താൻ എന്തു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്. രണ്ടാമത്തെ സൂക്തം ഇസ്രാ സൂറത്തിലാണ്. ദാരിദ്ര്യവും സാമ്പത്തിക ബാധ്യതയും ഭയന്ന് മക്കളെ കൊല്ലുന്നതിനെതിരെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നത്. തീർച്ചയായും അവരെ കൊല്ലുന്നത് വലിയൊരു പാപമാകുന്നു. അടുത്തത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം. പെൺകുഞ്ഞ് ജനിച്ചുവെന്ന വാർത്ത കേൾക്കുമ്പോൾ മുഖം കറുക്കുന്ന പ്രീ ഇസ്ലാമിക് അറബികളുടെ മോശം മനോഭാവത്തെ ഖുർആൻ ഇവിടെ വിമർശിക്കുന്നു. അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായെന്ന് സുവാർത്ത അറിയിക്കപ്പെട്ടാൽ കോപാവിഷ്ടനായിക്കൊണ്ട് അവൻ്റെ മുഖം കറുത്തുപോകുന്നു. അവന് നൽകപ്പെട്ട ആ സുവാർത്തയിലെ തരംതാഴ്ചയാണ് കാരണം. ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു നടക്കുന്നു. അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതായിരിക്കും അവൻ്റെ ചിന്ത. ശ്രദ്ധിക്കുക, അവർ തീർപ്പ് കൽപ്പിക്കുന്നത് എത്രയോ മോശം. ഇനി ഇത് സംബന്ധിച്ച പ്രവാചക വചനങ്ങൾ നോക്കാം. പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പെൺകുഞ്ഞുണ്ടായിട്ട് അവളെ ജീവനോടെ കുഴിച്ചുമൂടുകയോ അപമാനിക്കുകയോ ചെയ്യാതെ സ്നേഹത്തോടെ വളർത്തുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് സുനൻ അബൂ ദാവൂദ് 5746 എന്ന ഹദീസിൽ വ്യക്തമാക്കുന്നു. പെൺമക്കളെ സ്നേഹത്തോടെയും തുല്യനീതിയിലും വളർത്തുന്നതിൻ്റെ മഹത്വവും സ്വർഗപ്രാപ്തിയും വ്യക്തമാക്കുന്നു. ഇബ്നു അബ്ബാസ് ആണ് ഇത് നിവേദനം ചെയ്തിരിക്കുന്നത്. ഈ ഹദീസിലെ പ്രധാനം: പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടരുത്. പെൺമക്കളെ അവഗണിക്കുകയോ മോശമായി കാണുകയോ ചെയ്യരുത്. ആൺമക്കൾക്ക് മുൻഗണന നൽകരുത്. ഈ കാര്യങ്ങൾ പാലിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് പ്രവാചകൻ. സുനൻ നബി ദാവൂദ് 5146. Narrated Abdullah ibn Abbas. The Prophet said, "If anyone has a female child and doesn't bury her alive or slight her or prefer his children over the male ones to her, Allah will bring him into paradise." ഇത്തരം മതകീയമായ അധ്യാപനങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് മനുഷ്യർ ഇതെല്ലാം ചെയ്യുന്നത്. മുസ്ലിം മനോഭാവത്തെ ഇത്തരം അധ്യാപനങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അവർ ചെയ്യാറില്ല. എന്നിട്ടും മൈത്രേയൻ ചോദിക്കുന്നു, ഖുർആനിൽ മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു വരിയെങ്കിലും ഉണ്ടോ എന്ന്. വിമർശനാത്മകമായി ഖുർആനെ സമീപിക്കുന്നവർക്ക് അതിലൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച പലരും അവസാനം ഖുർആൻ്റെ അനുയായികളായി എന്നതാണ് സത്യം.